ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിന്ന് കുറച്ച് പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് അതായത് നമ്മളിപ്പോൾ മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലത്തേക്ക് വന്നു. മകരമാസം കഴിയാനായി. മകരം, കുംഭം, മീനം, മേടമൊക്കെ നല്ല അത്യാവശ്യം ഒരു തണുപ്പുണ്ട്. രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒപ്പം നല്ല വെയിലുമാണ്. അതായത് പകല് നല്ല ചൂടുമാണ്. അപ്പോൾ ഉത്സവകാലം കൂടിയാണ് ഈ പ്രത്യേകിച്ച് കുംഭമാസം, മീനമാസം ഒക്കെ. അതായത് ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് താലപ്പൊലികൾ, പൂരം, അതുപോലെയുള്ള ഉത്സവങ്ങൾ. അപ്പം ആ ഒരു പഴയ കാലത്തെ ഉത്സവത്തിൻ്റെ ഓർമ്മകളും അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. അപ്പം അമ്മേനോട് നമുക്ക് ചോദിക്കാം. പഴയ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതുപോലുള്ള ഓർമ്മകൾ എന്തായാലും അമ്മേനോട് തന്നെ ചോദിക്കണല്ലോ നമുക്ക്. അപ്പോൾ എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്? അതായത് ഇപ്പോൾ ഈ ഉത്സവം തുടങ്ങുന്ന ഒരു സമയമല്ലേ ഇപ്പം ഇത്, അല്ലേ? അപ്പോഴാണ് ഉത്സവം തുടങ്ങുക. മകരം കുമ്പത്തൊക്കെ തന്നെയാണ്. അപ്പം മീനം മേടം വരെ ഉണ്ടാവും. ഈ മാസത്തിലൊക്കെയാണ് കാര്യമായിട്ട് ഉത്സവം, അല്ലേ? കാര്യമായിട്ട് കുംഭമീനത്തിലാണ്. കുട്ടികളായിരുന്ന കാലത്ത് അമ്പലത്തിലെ പഠിക്കലാണ് വരിക. കലങ്കരി കണ്ട അതൊക്കെ അല്ലേ ഞങ്ങളെ കയ്യിലൊക്കെ പോകല്. അത് ഈ കലങ്കരി അത് അങ്ങനത്തെ ഒരു ഉത്സവമാണ്. ഉത്സവത്തിനല്ലേ കുട്ടികളായ കാലത്ത് ഞങ്ങളെ അമ്പലത്തിലെ പഠിക്കുന്ന കാണുക. ചെമ്മാട്ടക്കായിരുന്ന കാലത്ത് കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോവും. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? അന്ന് പിന്നെ കാര്യമായിട്ട് പിന്നെ പൂരം, താല്പര്യം, അങ്ങനെ എല്ലാം അതൊക്കെ ഉണ്ടാവും. താല്പര്യമൊക്കെ നേരത്തെ മാതിരിയുള്ളൊരു അന്നില്ല. അത്ര ഇതില്ല. അന്ന് ഇത്ര സൗകര്യങ്ങളില്ല, അല്ലേ? ഇല്ല. ഇപ്പോഴാണൊക്കെ ഉള്ളത്. കൂടുതലെല്ലാം നല്ല ഗംഭീര പരിപാടികൾ, അല്ലേ? ഗംഭീര പരിപാടി ഇപ്പോഴാണ്. അന്നൊക്കെ സന്ധ്യയായ ചൂട്ട് കത്തിച്ചിട്ടാണ് പോവുക. അങ്ങനെ ഇരുന്നുണ്ടല്ലേ? അതൊരു ഓർമ്മ, അല്ലേ? അതൊരു ഓർമ്മ. ചൂട്ട് കത്തിച്ചിട്ട് പിന്നെ നേരത്തെ നിരത്തൊന്നല്ല, ഇടവഴിയാണ്. ഒക്കെ നിരത്താണല്ലോ. ആ ഇടവഴി കൂടെ വേണം ഒക്കെ പോവാൻ. അല്ലേ? അത് ചൂട്ട് കത്തിച്ചിട്ട് ഒക്കെ ചൂട്ട് കത്തിച്ചിട്ട് ടോർച്ചൊന്നും ഇല്ല. കാലത്തില്ല, വന്നിട്ടില്ല. ഇപ്പോഴല്ലൊക്കെ സൗകര്യം. ഇപ്പോഴാണൊക്കെ സൗകര്യമായി. ഇത് രാവിലെ വരെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പായ പുല്ലായൊക്കെ കൊണ്ടുപോകും വീട്ടിൽ നിന്ന് അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അതും മടക്കിയിട്ടാണ് പോകല്ലേ? അതും മടക്കി പിടിച്ചിട്ടാണ് പോവുക. പാടവരമ്പത്ത് കൂട്ടിയൊക്കെയാണ് പോവുക. പാടത്തൊക്കെ നെല്ലുണ്ടാവും. നെല്ലൊക്കെ വളഞ്ഞിക്കണ സമയമല്ലേ കുംഭമീനത്തിൽ. പിന്നെ ഒരു കൊയ്ത്തും ഉണ്ടല്ലോ, അല്ലേ? കൊയ്ത്തും ഉണ്ടാവും. അല്ലേ? ആ കാലത്ത് അന്നത്തെ ഒരു ഓർമ്മ. അന്നത്തെ ഒരു ഓർമ്മയാണ്. ഇല്ല അന്ന് നേരത്തെ നല്ല പ്രസവം തൊട്ടൊന്നുമില്ല. പ്രസാദവും ഉച്ചഭക്ഷണവും അന്നദാനവും അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്. ആ കാലത്ത് അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല. കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. കളിക്കോപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. അത് നേരത്തെ വരെ അന്നും ഉണ്ട്. പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ വളയമ്മ കൂട്ടും. മാല വള അതൊക്കെയാണ് വാങ്ങുക. അതൊക്കെ നേരത്തെ കച്ചവടമൊക്കെ അന്നുണ്ട്. കാവിൽ ഉത്സവം ഉണ്ടാവും. കാവുവെളിയാണത്. കുംഭമാസത്തിലാണ് പിന്നെ പിന്നെ കാവ് വിളിക്കുക. അതുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ മണ്ഡപത്തിൽ താല്പര്യം ഉണ്ടാവും. ഈ താലിപ്പലി ഇപ്പം നമ്മൾ മറ്റേ അമ്പലത്തിലുള്ള പോലെയല്ല, അല്ലേ? താലിപ്പലി വേറെയാണ്. ഓരോ വീട്ടിൽ നിന്നും പിന്നെ അരി, നെല്ല് ഒക്കെയാണ് കൊടുക്കുക കാളവരവിന്. പിന്നെ അന്ന് പൈസയിലേറെ നെല്ല്, അരി അതൊക്കെ എടുക്കൂലേ? പൈസയിലേറെ നെല്ല്, അരി, വിളക്കെത്തിക്കാൻ എണ്ണ ഒക്കെ കൊടുക്കും. അതൊക്കെ കൊടുക്കുക ഈ ഉത്സവത്തിൻ്റെ ആ ഒരു ഉത്സവത്തിന്. അപ്പം നമ്മൾ ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ പഴയ കാലത്തിലെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കാം. അങ്ങനെ കൂടി ഉദ്ദേശിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല പണ്ട് കാലത്തെ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് വേനൽക്കാലമായി, അതായത് മകരം, കുംഭം, മീനം, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ, അതായത് പകല് വലിയ ചൂട്, പിന്നെ രാത്രിയുള്ള തണുപ്പ്, ആ മരം കോച്ചിന തണുപ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത് ആ ഒരു കാലഘട്ടം, അതിൽ നിന്ന് ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടം. എങ്കിലും ഇന്നും ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവങ്ങൾ, താലപ്പൊലികൾ, കാവിലുള്ള ഉത്സവങ്ങൾ, ഇതൊക്കെ നടക്കുന്നൊരു സമയമാണ്. നല്ല ഗംഭീരമായിട്ട് തന്നെ, ഒരുപക്ഷെ പണ്ടത്തെ ഇതിൽ കൂടുതൽ ഗംഭീരമായിട്ടാണ് കലാപരിപാടികളൊക്കെ അടക്കം
നടക്കുന്നത് എന്നാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള പഴയ ഓർമ്മകളാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. അപ്പോൾ ആ കാലത്തെ പഴയ ഓർമ്മകളാണ് അമ്മ നമുക്ക് ഇപ്പം അമ്മ പറഞ്ഞത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോഴും എന്നും അത് ബഹുജനത്തിലുള്ള, അത് ഉത്സവത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഉത്സവപ്പറമ്പുകൾ. അതായത് ഉത്സവപ്പറമ്പിലുള്ള പലതരത്തിലുള്ള വിശേഷങ്ങളാണ് ഉത്സവപ്പറമ്പിലുണ്ടായിരിക്കുക. കുറേ കച്ചവടങ്ങൾ, അത് ചെറിയ ചെറിയ കച്ചവടങ്ങൾ, പിന്നെ ഉത്സവത്തിന് പ്രത്യേകിച്ച് നമ്മൾ കലാപരമായിട്ടുള്ള കലാപരിപാടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശസ്തരായ, ഇപ്പോൾ ഇന്നും നമ്മളെ പ്രശസ്തരായ നമ്മളെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തികളൊക്കെ വളർന്ന് വന്ന, അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നത് ഈ ഉത്സവപ്പറമ്പിലെ കലാപരിപാടികൾ നടക്കുന്ന ആ സ്റ്റേജാണ്. ആ സ്റ്റേജിന് എന്നൊരു അങ്ങനെ വലിയൊരു പ്രത്യേകത കൂടി ആ സ്റ്റേജിനുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്നും കൈത്താങ്ങായിട്ടില്ല, അതായത് കല വളർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഉത്സവപ്പറമ്പിലെ ആ ഒരു സ്റ്റേജുകൾ. അത് പിന്നെ ഒരുപാട് ജനങ്ങളുടെ കൂട്ടായ്മ, ഇതെല്ലാം നമുക്ക് ആ ഉത്സവപ്പറമ്പ് സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ, അതായത് പഴയ കാലഘട്ടമായാലും ഇന്നാണെങ്കിലും ഏകദേശം അത് ഒരേ രീതിയിൽ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.